എൻ്റെ പേര് മുഹമ്മദ് ഷാഫി. ഞാൻ കോഴിക്കോട് JDT കോളേജിൽ ഫൈനൽ ഇയർ BCA പഠിക്കും. എൻ്റെ ചോദ്യം എന്താണ്, മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അതിനുള്ള വിധി എന്താണ്? അദ്ദേഹത്തിന് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിമായ വ്യക്തി അള്ളാഹുവിൽ പങ്കു ചേർത്താലുള്ള പ്രതിവിധി എന്താണ് എന്നാണ്. ഒരു മുസ്ലിം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ശിർക്ക്. ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഖുർആൻ അംഗീകരിക്കുകയും പ്രവാചകന്മാരെ വിശ്വസിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു മുസ്ലിം, അവൻ മദ്യപിക്കുക, മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, പലിശ വാങ്ങുക തുടങ്ങിയ തിന്മകൾ ചെയ്യുന്നത് പോലെ ശിർക്ക് എന്ന തിന്മയും ഒരു പക്ഷേ ജീവിതത്തിൽ വന്നേക്കാം. അത്തരം തിന്മകളിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു എല്ലാം പൊറുക്കാൻ തയ്യാറാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു മുഴുവൻ പാപങ്ങളെയും പൊറുക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചു. അതേസമയം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അവൻ പൊറുക്കയില്ല എന്ന് പറഞ്ഞത് പശ്ചാത്തപിക്കാത്ത സാഹചര്യത്തിലാണ്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, മറ്റു തിന്മകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുക്കുകയും ചെയ്യും. അത് ഒരു പക്ഷേ പശ്ചാത്തപിച്ചില്ലെങ്കിൽ പോലും പുറത്തേക്കാം. ശിർക്കല്ലാത്ത തിന്മകൾ പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു പൊറുക്കും. ഇനി പശ്ചാത്തപിച്ചില്ലെങ്കിൽ പോലും ഒരു പക്ഷേ പല കാരണങ്ങളാൽ മറ്റു പാപങ്ങൾ പൊറുക്കാൻ സാധ്യതയുണ്ട്. അവന്റെ നന്മ മുഖവിലക്കെടുത്തുകൊണ്ട് തിന്മകൾ പൊറുക്കാം. നബി തങ്ങൾ പറഞ്ഞു, വഅത്ബിഇ സയ്യത്തൽ ഹസന തംഹുഹ, തിന്മ ചെയ്താൽ ഉടനെ നന്മ ചെയ്യുക, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. അതേപോലെ പരീക്ഷണങ്ങൾ മുഖേന ദോഷങ്ങൾ പൊറുക്കും. മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബ് വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസൻ ഹത്ത ശൗകത യുശാകുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹ. പ്രയാസമുണ്ടായാൽ, ടെൻഷനുണ്ടായാൽ, ഫീലിംഗ് ഉണ്ടായാൽ, ശാരീരിക മാനസിക പ്രയാസം അനുഭവിച്ചാൽ, മുള്ള് തറച്ചാൽ പോലും പാപങ്ങൾ പൊറുക്കാതിരിക്കില്ല. പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ പാപങ്ങൾ പൊറുക്കും. രോഗം കൊണ്ട് പാപങ്ങൾ പൊറുക്കും. അങ്ങനെയെല്ലാം പൊറുക്കപ്പെടുന്നത് ഒരു പക്ഷെ അതൊന്നുമില്ലാതെയും അള്ളാഹുവിന്റെ ഔദാര്യമായും പാപങ്ങൾ പുറത്തു കിട്ടാം. അങ്ങനെ പൊറുക്കപ്പെടുക ശിർക്കല്ലാത്ത പാപങ്ങൾ മാത്രമാണ്. അതാണ് വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്നാൽ ശിർക്ക് ഒരിക്കലും അങ്ങനെ പൊറുക്കുന്ന പ്രശ്നമില്ല. ശിർക്ക് പൊറുക്കാൻ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക തന്നെ വേണം. അങ്ങനെ പശ്ചാത്തപിച്ചാൽ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുക്കും എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ദൂരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ്. ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി ചോദ്യത്തിലേക്ക് കടക്കുക. സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യോത്തര വേള നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി ഉപയോഗപ്പെടുത്തണം. വിശ്വാസപരമായ കാര്യങ്ങളിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് മരിച്ചു ചെന്നാൽ പരലോകത്ത് രക്ഷയുണ്ടാവുകയില്ല, നരകത്തിൽ അകപ്പെടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പെൺകുട്ടികളുടെ ഭാഗത്തുള്ള ചോദ്യത്തിനുള്ള അവസരമാണ്. അവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ചോദ്യം ഉണ്ടെങ്കിൽ പറയണം. അവിടെ നമ്മുടെ ഒരു സഹോദരി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. മൈക്ക് അങ്ങോട്ടെത്തണം. മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന്
സഹോദരിയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആൺകുട്ടി കൂടി ചോദ്യത്തിനുള്ള അവസരം ഒരുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചുരുക്കി ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് മസൂദ്. ചോദ്യം: എവിടെ പഠിക്കുന്നത്? സ്ഥാപനം? തൃശൂർ PC തോമസ് ക്ലാസ് എൻട്രൻസ് ചെയ്തു. ചോദ്യം: അല്ലാഹു തആല പലർക്കും പല കഴിവുകളും നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനത്തെ കഴിവിനെ അവരിലൂടെ ഞങ്ങൾക്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ബഹുദൈവ ആരാധന ആകും? ഒന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരാം. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ്. അതിന് ഇവിടെ മറുപടി ബഹുമാനായ CPC നൽകുന്നുണ്ട്. അടുത്ത ഊഴം പെൺകുട്ടികളുടെ ഭാഗത്താണ്. അവിടെയുള്ള നമ്മുടെ വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും പല കഴിവുകളും നൽകിയിട്ടുണ്ട്, പല അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് അവരോട് ചോദിക്കുന്നത് ബഹുദൈവ ആരാധനയാകുമോ എന്നതാണ് ചോദ്യം. പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. മറിയം ബീവിയുടെ പേര് മാത്രമേ ഖുർആനിൽ സ്ത്രീകളുടേതായ ഒരൊറ്റ പേര്. കുറേ സ്ത്രീകളെ കുറിച്ച് പരാമർശമുണ്ട്, ഒരു സ്ത്രീയുടെ പേര് മാത്രമേ ഖുർആനിലുള്ളൂ, മറിയം ബീവി. ആ മറിയം ബീവി പ്രസവിക്കുന്നതിന് മുമ്പ് അവർ മാതാപിതാക്കൾ നേർച്ചയാക്കി ബൈത്തുൽ മുഖദ്ദസിന് പരിപാലിക്കാൻ വേണ്ടി നേർച്ചയാക്കി. കുട്ടി ജനിച്ചപ്പോൾ പെണ്ണായതുകൊണ്ട് നേർച്ച നിറവേറ്റാതിരുന്നില്ല. ആ നേർച്ച നിറവേറ്റി. ആ സന്ദർഭത്തിൽ മറിയം ബീവിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ് ഏർപ്പാടാക്കിയത്. സക്കരിയ നബി അലൈഹിസ്സലാം ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നിലവിൽ അവിടെ ഭക്ഷണം കാണുന്നു. അപ്പോൾ ചോദിച്ചു, ഇതെവിടെ നിന്നാണ്? അന്നാലക്കി ഹാദ, ഇതെവിടെ നിന്നാണ്? അപ്പോൾ മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു തരത്തിൽ ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു അത്ഭുതമാണ് അവിടെ കാണുന്നത്. മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാടാക്കിയത് സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം ഭക്ഷണവുമായി വരുമ്പോൾ നിലവിൽ അവിടെ ഭക്ഷണമുണ്ട്. ഇത് മറിയം ബീവിക്ക് അള്ളാഹു നൽകിയ വലിയൊരു കറാമത്താണ്, ഒരു സംശയമില്ല. ഇത് കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഹുനാലിക, അവിടെ വെച്ച് ദഅ സക്കരിയ റബ്ബഹു, സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുട്ടിയെ വേണം, ദുരിയത്തൻ ത്വയ്യിബ വേണം. ഇന്നക സമീഉ ദുആ, നീ ദുആ കേൾക്കുന്നവനാണ്. അപ്പോൾ മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അനുഗ്രഹം മുമ്പിലുണ്ടായിട്ടും, അത്തരത്തിൽ അത്ഭുതകരമായി ഭക്ഷണം അവിടെ എത്തിയിട്ടും, ഈ കറാമത്ത് നൽകപ്പെട്ട സക്കരിയ നബി മറിയം ബീവിയോട്, മറിയം ബീവിയേ എനിക്കൊരു കുട്ടിയെ വേണമേ എന്നല്ല, ഇത് കൊടുത്ത റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥന. തൊട്ടടുത്ത ആയത്തിൽ കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മക്കയിലെ മുശ്രിക്കുകൾ, നമ്മളൊക്കെ മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവർ ഹജ്ജ് ചെയ്തവരായിരുന്നു. ആ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ചൊല്ലിയ തൽബിയത്തും നമ്മുടേതും ഒരു വ്യത്യാസമുണ്ട്. ലബൈക് അല്ലാഹുമ്മ ലബൈക്, ലബൈക് ലാ ശരീക ലക ലബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അവർ കൂട്ടിച്ചേർത്തു, ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, ഞങ്ങൾ ഒരു പങ്കുകാരെ ഉണ്ടാക്കുന്നുണ്ട്, അവർ നിന്റേതാണ്. തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കുമ്പോൾ ഇബ്രാഹിം നബി നിന്റേതാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഴിവ് നീ കൊടുത്തതാണ്. അതെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അവരെ പരിശുദ്ധ ഖുർആൻ മുശ്രിക്കീൻ എന്ന് വിളിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് നാം ചോദിക്കേണ്ടത്. മറിയം ബീവിക്ക് അല്ലാഹു നൽകിയ കറാമത്ത് കണ്ട് അത്ഭുതപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം തനിക്കൊരു കുട്ടിയുണ്ടാകാൻ വേണ്ടി റബ്ബിനോട് തേടി എന്ന് കേരളത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പ്രചരിപ്പിക്കുന്ന നമ്മുടെ ഈ മലപ്പുറത്ത് പോലും 27-ാം രാവിൽ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പച്ചയായി മലയാളത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുന്ന സ്വലാത്ത് നഗർ സംഘടിപ്പിക്കുന്ന വിഭാഗത്തിന്റെ ഖുർആൻ പരിഭാഷ, അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷയിൽ പോലും ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം മറിയം ബീവിക്ക് അല്ലാഹു നൽകിയ കറാമത്ത് കണ്ട് അത്ഭുതപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം തനിക്കൊരു കുട്ടിയുണ്ടാകാൻ വേണ്ടി അല്ലാഹുവോട് തേടി എന്നാണ്. സഹോദരിമാരുടെ ഭാഗത്തു നിന്നാണ് ചോദ്യം വരേണ്ടത്. വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സംക്ഷിപ്തമായി ചോദിക്കുക, പരിചയപ്പെടുത്തുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അംബാലിക. ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്.
എന്റെ ക്വസ്റ്റ്യൻ, ഖുറാനിലും ബൈബിളിലൊക്കെ കുറെ സ്ഥലത്ത് ഐഡൽ വർഷിപ്പ് പാടില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ വേദാസിലും ഉപനിഷത്തിനകത്തും എവിടെയെങ്കിലും ഐഡൽ വർഷിപ്പ് തെറ്റാന്ന് പറയുന്നുണ്ടോ? എന്നത് എവിടെയാണ്? ഈ ചോദ്യം നേരിട്ട് നമ്മളുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമൂഹത്തിനകത്ത് ഉണ്ടായിട്ടുള്ള വിശ്വാസപരമായ വൈകല്യങ്ങളെ കൃത്യമായി സത്യസന്ധമായി പഠിക്കാനുള്ള അവസരമാണ്. തുടർന്നുള്ള ഓപ്പൺ ഫോറങ്ങളിലും മറ്റുള്ള വേളകളിലും നിങ്ങൾക്കത് ഉന്നയിക്കാവുന്നതാണ്. ഈ ചോദ്യം നിർബന്ധമായി അവിടെ ഉന്നയിക്കണമെന്ന് സഹോദരിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്കാണ് ഇവിടെ അവസരം ഒരുക്കിയിട്ടുള്ളത്. ആ സംഗതി സഹോദരി മനസ്സിലാക്കും എന്ന് കരുതുന്നു. ഈ ചോദ്യം, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അത്തരം സന്ദർഭങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യങ്ങൾ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സമയം പരിമിതമാണ്. അതിനു പുറമെ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ വിശാലമായ ഗൈഡൻസ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ച് എഴുതി തരികയാണെങ്കിൽ, ഇവിടെ നിന്ന് സന്ദർഭം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് അവസരം ഉണ്ടാക്കി തരുന്നതാണ്. ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് സഹോദരിയുടെ ആ ഒരു നല്ല ഉദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും സംക്ഷിപ്തമായ ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരിയെ ക്ഷണിക്കും. വിഗ്രഹാരാധന, അതിനെ സംബന്ധിച്ചുള്ള നിലപാട് എന്താണ്? ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ അതിനെക്കുറിച്ച് വല്ല പരാമർശങ്ങളുമുണ്ടോ എന്നാണ് സഹോദരിയുടെ ചോദ്യം. വേദഗ്രന്ഥത്തിൽ, ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ ബിംബാരാധന പാടില്ല എന്ന പരാമർശമുണ്ടോ എന്നല്ലേ ചോദ്യം? അങ്ങനെയല്ലേ ചോദ്യം? ഞാൻ നേരത്തെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തം, നത്തസ്യ പ്രതിമ ആസ്തി, ദൈവത്തിന് പ്രതിമയില്ല, അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധന പാടില്ല എന്നാണ് വേദം പഠിപ്പിച്ചിട്ടുള്ളത്. യജുർവേദത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ബിംബാരാധനയെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. 1. 2. ദി ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ 12, 13, 32, 515 പേജുകളിൽ ബിംബാരാധനയുടെ 16 ദൂഷ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 16 ദൂഷ്യങ്ങൾ വിശദീകരിക്കുന്നു. യക്ഷുഷാന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യതിതം ഉപാസത്തെ യസ് ശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്തം വിദ്ധി നേതം യതിതം ഉപാസത്തെ. അവിടെയും പറയുന്നത്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നതൊന്നും ദൈവമല്ല. ഏതൊരു വിഗ്രഹത്തിന്റെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ആ വിഗ്രഹമല്ല ദൈവം. ആ വിഗ്രഹത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ മണലും സിമന്റും എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ, അത് കല്ലാവട്ടെ മരമാവട്ടെ എന്തുമാവട്ടെ, അതിനെയൊക്കെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. രാജാറാം മോഹൻ റോയ് ശക്തമായി ബിംബാരാധനക്കെതിരെ ശബ്ദിക്കുകയും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിനെതിരെ തിരിയുകയും, സത്യത്തിൽ ഇന്ത്യയിൽ പോലും അദ്ദേഹത്തിന് മരിക്കാൻ അവസരം ഉണ്ടായില്ല. മറ്റൊരു രാജ്യത്താണ്, ലണ്ടനിലാണ് ഇന്നും അദ്ദേഹത്തിന്റെ ആ മരണവും അദ്ദേഹത്തിന്റെ ഖബറുമൊക്കെ നിലനിൽക്കുന്നത്. ഞാൻ പറയുന്നത്, വേദഗ്രന്ഥം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ബിംബാരാധനക്കെതിരെ ശക്തമായി എതിർവാദങ്ങൾ ഉന്നയിക്കുകയും മാത്രമല്ല വേദങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ബിംബാരാധനയുടെ സാധ്യതകളിലേക്ക് ദുർവ്യാഖ്യാനങ്ങളല്ലാതെ കൃത്യമായ പൂർവ്വവേദങ്ങളിൽ ദൈവപ്രോക്തം എന്ന് കൃത്യമായി വിളിക്കുന്ന വേദങ്ങളിൽ എവിടെയും ബിംബാരാധനയ്ക്ക് അനുകൂലമായ ഒരു പരാമർശവും വേദപണ്ഡിതന്മാർക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഇത് തന്നെയാണ് ബൈബിളിലെയും അവസ്ഥ എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാചകം തന്നെ, ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടില്ലല്ലോ, അതുകൊണ്ട് പെണ്ണിന്റെയോ ആണിന്റെയോ രൂപമുണ്ടാക്കി, ബിംബമുണ്ടാക്കി, ചിത്രമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെയോ ആഴിയിലെ മത്സ്യാദികളുടെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത് എന്ന് ബൈബിളും പറയുന്നു.
അതുപോലെ തന്നെ ഓൾഡ് ടെസ്റ്റമെന്റിൽ പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, മിസ്രയീം ദേശത്തു നിന്നും അടിമഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. അപ്പം വ്യക്തമാണ് കാര്യം. അന്തം തമഹ പ്രവിശന്തിയെ സംപൂത്യമുപ്പാസതേ തതോഭൂയ ഇവതേ യഹുസംപൂദ്യാം രഥഃ. ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. ദൈവേതര ശക്തികളിൽ അഥവാ ഏതൊരു സൃഷ്ടിയെ നീ ആരാധിച്ചുവോ, ഏതൊരു സൃഷ്ടിയുടെ രൂപമുണ്ടാക്കി നീ ആരാധിച്ചുവോ, ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കും. ഇതാണ് വേദഗ്രന്ഥങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അതിന്റെ ഒരു ബ്രീഫായി വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണം. ഹലോ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള അഭിപ്രായാന്തരങ്ങളെ സംബന്ധിച്ച് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ക്ലിയറാക്കാൻ വേണ്ടിയാണ്. ഖുർആനിൽ റാദ് സൂറത്തിൽ 11-ാം വാചകത്തിൽ പറയുന്നു, മലക്കുകൾക്ക് അള്ളാഹു മനുഷ്യരെ കാക്കാൻ കഴിവ് നൽകി. പിന്നെ മക്കാ മുശ്രിക്കുകളെ പറഞ്ഞ ഇടത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചില്ല, അവർ പരലോകത്തിലും വിശ്വസിച്ചില്ല. മൂമിൻ സൂറത്തിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ ശിർക്കായി എന്നാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. മക്കയിലെ മുസ്ലിക്കുകൾ അവർ ഇസ്ലാമിനെ മതമായി അംഗീകരിച്ചവരല്ല. മുഹമ്മദ് നബിയെ നബിയായും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിനെ അവർക്ക് പരിചയമുണ്ട്. പക്ഷെ ആ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് അവർക്കൊരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വചനവും, മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിന് അവർക്ക് പരിചയമുണ്ട്. മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് അബ്ദുല്ല എന്നാണ്, അള്ളാഹുവിന്റെ അടിമ. അത് മുഹമ്മദ് നബി കൊടുത്ത പേരല്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ മുഹമ്മദ് നബി ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തങ്ങളുടെ മക്കൾക്ക് അബ്ദുല്ല എന്ന് പേരിടുന്ന സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. മുഹമ്മദ് നബിക്ക് ആദ്യമായി വഹ്യ് കിട്ടി പേടിച്ച് വിറച്ചു വരുമ്പോൾ സമാധാനിപ്പിച്ച ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, അവർ പറഞ്ഞ പ്രതികരണം, ഇവർ പറഞ്ഞ ആശ്വാസവചനങ്ങളിൽ കാണാം, വല്ലാഹി ലൻ യുഖ്സീകല്ലാഹു അബദ. അള്ളാഹുവാണ് സത്യം, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവെടിയുകയില്ല. അന്ന് മുഹമ്മദ് നബി ദഅവത്ത് നടത്തിയിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് അവർ പറഞ്ഞ മറുപടി അള്ളാഹു നിങ്ങളെ കൈവിടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് അവർക്ക് പരിചയമുണ്ട്. പക്ഷേ ആ അള്ളാഹുവിനെ മനസ്സിലാക്കിയിടത്തൊരു ഒരുപാട് അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചു. പക്ഷെ ഷിർക്ക് ആര് ചെയ്താലും ഷിർക്കാണ്. അത് മുസ്ലിക്ക് ചെയ്താലും ഷിർക്ക്, മുസ്ലിം ചെയ്താലും ഷിർക്ക്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയോട് തന്നെയും പറഞ്ഞത്, ലൈൻ അസ്ലക്ത ലയഹ്ബത്തൻ അമലുക. നബിയെ താങ്കൾ ഷിർക്ക് ചെയ്താലും എല്ലാ അമലും പൊളിഞ്ഞു പോകും. 18 അംബിയാഇന്റെ പേര് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരാര് ഷിർക്ക് ചെയ്താലും അവർ ചെയ്ത എല്ലാ അമലും പൊളിഞ്ഞു പോകും. മുസ്ലിമീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുന്ന 40 ആളുകൾ ഷിർക്കില്ലാത്തവരാകണം. അപ്പോൾ ഷിർക്കുള്ളവർ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുന്ന കൂട്ടത്തിലുണ്ടാകും എന്നർത്ഥം. ഷിർക്ക് ആര് ചെയ്തോ അതെല്ലാം ഷിർക്കാണ്. അത് അബൂജഹൽ ചെയ്ത ഷിർക്കാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് ചെയ്താലും ഷിർക്ക് തന്നെയാണ്. അതിൽ ആർക്കും വ്യത്യാസമില്ല. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ശരിയായ രൂപത്തിൽ ഉണ്ടായില്ല എന്നതോ അവർ നബിയെ അംഗീകരിച്ചില്ല എന്നതോ അല്ല അവർ ചെയ്ത് ഷിർക്കാവാനുള്ള കാരണം. നബി വരുന്നതിന് മുമ്പും അവർ ചെയ്യുന്ന പണി ഷിർക്ക് തന്നെയാണ്. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പും അവർ ചെയ്യുന്ന പണി ഷിർക്ക് തന്നെയാണ്. റബ്ബിൽ പങ്കു ചേർക്കുക എന്ന പണി ആര് ചെയ്തോ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ, അവനുള്ള ആരാധനകൾ, ഇത് റബ്ബല്ലാത്തവർക്ക് എപ്പോൾ വകവെച്ചു കൊടുക്കുന്നുവോ അവിടെയാണ് ഷിർക്ക് വരുന്നത്. സഹോദരന്റെ ചോദ്യം വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ
അമ്പിയാക്കളോ മഹാന്മാരോ സഹായിക്കുമെന്ന അർത്ഥത്തിലുള്ള ചോദ്യമാണെങ്കിൽ അത് അവർ വിശ്വസിച്ച വിശ്വാസത്തോട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും, എങ്ങനെ അതിനോട് സാമ്യപ്പെടുത്താൻ പറ്റും എന്ന ഒരു ആശങ്കയാണ് സഹോദര ചോദ്യത്തിന്റെ അകത്തുക, അല്ലെ? യെസ്, അതന്നെ. അപ്പൊ മുഅ്ജിസത്ത് കറാമത്ത് എന്താണ് എന്ന് ശരിയായി മനസ്സിലാക്കിയില്ല എന്നിടത്താണ് ഈ ഒരു അബദ്ധധാരണ കടന്നു വരുന്നത്. മുഅ്ജിസത്തും കറാമത്തും ഒരിക്കലും അംബിയാഇന്റെയോ ഔലിയാഇന്റെയോ കഴിവ് അല്ല. അവർക്ക് അല്ലാഹു കൊടുത്തിട്ട കഴിവോ അവർക്ക് യഥേഷ്ടം പ്രയോഗിക്കാവുന്ന സിദ്ധിയോ അല്ല കറാമത്ത്. അതേപോലെ മുഅ്ജിസത്തും. മറിച്ച് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു പ്രകടിപ്പിക്കുന്നു. അതാണ് മുഅ്ജിസത്തും കറാമത്തും. ഇവർ അതിന് നിമിത്തമായി ഇവരുടെ കയ്യാൽ അത് വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ഉദാഹരണം, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്താണ് വടിയിട്ട് പാമ്പാവുക. ആദ്യമായി ആ വടിയിട്ട് പാമ്പായപ്പോൾ മൂസാ നബി ഭയപ്പെട്ടു. വല്ലാ മുദബിറൻ വലം യുഅഖിബ് എന്നാണ്. തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം പേടിച്ച് പിന്തിരിഞ്ഞു പോന്നു എന്ന് ഖുർആൻ പറഞ്ഞു. മുഅ്ജിസത്ത് സ്വന്തം സിദ്ധിയായിരുന്നുവെങ്കിൽ പേടിക്കുന്ന പ്രശ്നം മൂസാ നബിക്ക് ഉണ്ടാവില്ല. ഇനി വേണമെങ്കിൽ ആദ്യ തവണയാണ് എന്ന് പറയാം. രണ്ടാമത് ആ വടി മൂസാ നബി ഉപയോഗിച്ചത് ഫിർഔനിന്റെ മുമ്പിൽ വന്നിട്ടാണ്. ഫിർഔൻ പറഞ്ഞു ഇത് മായാജാലമാണ്, സിഹിറാണ്, സാഹിറാണ്. അതുകൊണ്ട് വെല്ലുവിളിച്ചു. മറ്റു മായാജാലക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി. മൂസാ നബിയും വന്നു. അവർ തങ്ങളുടെ വടിയും കയറുമിട്ട് പാമ്പാക്കി തോന്നിപ്പിച്ചു. അവിടെയും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു എന്ന് പറയുന്നു. കയ്യിൽ വടിയുണ്ട്, വടിയിട്ട പാമ്പാകുമെന്നറിയാം. എന്നിട്ടും എന്റെ മൂസാ നബി പേടിച്ചു. അവിടെ അല്ലാഹു ഇടപെട്ടു. നീ പേടിക്കണ്ട, ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ല, നീ പേടിക്കണ്ട, താങ്കൾ തന്നെയാണ് ഇന്ന് ഉന്നതനാവുക. അതുകൊണ്ട് അൽഖി മാ ഫീ യമീനിക് തൽഖഫ് മാ സനഉ, താങ്കളുടെ കൈവശമുള്ള താങ്കൾ ഇടുക, അവർ ഉണ്ടാക്കിയതിനെ ഇത് വിഴുങ്ങിക്കൊള്ളുമെന്നാണ്. അപ്പോൾ ഈ വടിയിട്ട് പാമ്പാക്കി മാറ്റിയിട്ട് ആ പാമ്പ് മറ്റു പാമ്പുകളെ വിഴുങ്ങുമെന്നത് മൂസാ നബിക്ക് അറിയില്ല. അവര് വടിയിട്ട് പാമ്പായി, താനും വടിയിട്ട് പാമ്പായി. എന്താ വ്യത്യാസം എന്ന് പക്ഷേ ചോദിച്ചാൽ എന്തു പറയാൻ പറ്റും എന്നതായിരിക്കാം ഒരു പക്ഷേ ആ ആശങ്കയുടെ പ്രേരകം അല്ലാഹു അഅലം. അവിടെ അല്ലാഹ് ഇടപെട്ടു, ഇട്ടുകൊള്ളുക, അതിനെ വിഴുങ്ങും. അപ്പോൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് മൂസാ നബിക്ക് അറിയില്ല. മൂന്നാമത് ആ വടി ഉപയോഗിച്ചത് ഇസ്രായേലിയരുമായി ഫിർഔന്റെ മുമ്പിൽ രക്ഷപ്പെട്ടു പോയി അവസാനം സമുദ്രത്തിന്റെയും ശത്രുവിന്റെയും ഇടയിൽ പോയി കുടുങ്ങുന്ന സമയത്ത് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, ഓ മൂസ നാം പിടിക്കപ്പെട്ടത് തന്നെ. അദ്ദേഹത്തിന്റെ മറുപടി, കല്ല ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുന്ന. എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ ഈ സമുദ്രത്തിൽ അടിക്കും, സമുദ്രം പിളരും, നമുക്കങ്ങ് കടന്നു പോകാമെന്നല്ല പറഞ്ഞത്. അങ്ങനെ വടി കൊണ്ടടിച്ചാൽ സമുദ്രം പിളരുമെന്ന് മൂസാ നബിക്ക് അറിയുകയുമില്ല. അന്നൊരു പക്ഷെ അടിച്ചാൽ പിളരണമെന്നുമില്ല. മറിച്ച് അല്ലാഹു ഉണ്ട്, അവൻ വഴി കാണിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹ് വഴി കാണിച്ചു. ഇദ്രിബ് അസ്വാകൽ ബഹർ, നിന്റെ വടി കൊണ്ട് നീ സമുദ്രത്തിൽ അടിക്കുക. ആ കൽപ്പന കിട്ടിയതിനു ശേഷം അടിച്ചു. അപ്പോൾ സമുദ്രം പിളർന്നു, അങ്ങോട്ട് പോകാൻ കഴിഞ്ഞു. നാലാമത് ആ വടി ഉപയോഗിച്ചത് ഇസ്രായേലിയർ വെള്ളമില്ലാതെ പരാതി പറഞ്ഞപ്പോഴാണ്. വെള്ളമില്ലെന്ന പരാതിയുമായി വന്നപ്പോൾ എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ പാറക്കടിക്കും, അതിലൂടെ വെള്ളം കിട്ടുമെന്ന് മൂസാ നബി പറഞ്ഞില്ല. അന്ന് അടിച്ചാൽ വെള്ളം കിട്ടുകയുമില്ല. മറിച്ച് മൂസ ലിഖൗമിഹി, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജനതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് വെള്ളം ആവശ്യപ്പെട്ടു, മഴക്കായി തേടി, വെള്ളത്തിനായി തേടി. അല്ലാഹു വഹയി കൊടുത്തു, ഇദ്രിബ് അസ്വാകൽ ഹജർ, നിന്റെ വടി കൊണ്ട് നീ കല്ലിനടിക്കുക. അടിച്ചു, 12 അരുവികൾ ഉത്ഭവിച്ചു. ഈ കൽപ്പന കിട്ടും മുമ്പ് അടിച്ചാലോ ഒരിക്കലും അരുവി ഉത്ഭവിക്കില്ല. അപ്പോൾ തന്റെ വടി കൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊണ്ടുവരാമെന്നോ തന്റെ വടി കൊണ്ട് കടലിലടിച്ചാൽ സമുദ്രം രണ്ടായി പിളരുമെന്നോ അതൊരു കഴിവായി സിദ്ധിയായിട്ടോ മൂസാ നബി മനസ്സിലാക്കിയില്ല. അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹു കൽപ്പിക്കുന്ന സമയത്ത് അള്ളാഹു കൽപ്പിക്കുന്ന രൂപത്തിൽ ചെയ്താൽ അള്ളാഹു ഉദ്ദേശിച്ച് നടപ്പാകുന്നു. അത് ഇവരുടെ കയ്യാൽ വരുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് മറിയം ബിവിയുടെ മുമ്പിൽ നേരത്തെ സലീംക സൂചിപ്പിച്ച ആ വിഭവസമൃദ്ധമായ ഭക്ഷണം കാണുമ്പോൾ സക്കരിയ നബി പ്രാർത്ഥിച്ചത് ഹുനാലിക ദഅ സക്കരിയ റബ്ബ, തന്റെ റബ്ബിനോട് തേടി. ഈ കറാമത്ത് കണ്ടിട്ടും മറിയം ബീവിയോട് ഇത്രയ്ക്ക് കറാമത്തുള്ള നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരോട് തേടിയില്ല, നൽകിയ റബ്ബിനോട് തേടി. അപ്പോൾ കറാമത്തും മുഅ്ജിസത്തും അംബിയായിന്റെയും ഔലിയായിന്റെയും സിദ്ധിയല്ല, അത് റബ്ബ് ഇവരിലൂടെ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് കറാമത്തും മുഅ്ജിസത്തും അവരോട് തേടാനല്ല പ്രചോദനമാകേണ്ടത്. ഇത് ആരിൽ നിന്നാണ് ഉണ്ടായത് അവരിലേക്ക് മടങ്ങാൻ. അതുകൊണ്ടാണ് മൂസാ നബിയുടെ മുമ്പിലുണ്ടായിരുന്ന മായാജാലക്കാർ വടിയിട്ട് പാമ്പാക്കി. മൂസാ നബിയുടെ വടിയും പാമ്പായി മാറിയപ്പോൾ മായാജാലക്കാർക്ക് മനസ്സിലായി ഇത് ദൈവീകമാണ്. കാരണം തങ്ങൾ ചെയ്തതിന്റെ പൊള്ളത്തരം അവർക്കറിയാം.
അതിനെ മറികടന്നുകൊണ്ടുള്ള മറ്റൊന്നുണ്ടായപ്പോൾ ഇത് മാജിക് അല്ല, ഇത് മായാജാലമല്ല, ഇത് മൂസയുടെ കഴിവാണ് എന്നല്ല മനസ്സിലാക്കിയത്, ഇത് ദൈവികമാണെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവർ പ്രഖ്യാപിച്ചത് ആമന്ന ബിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ മുഅ്ജിസത്ത് കറാമത്ത് മഹാന്മാരുടെ കഴിവല്ല, സിദ്ധിയല്ല, കൊടുത്ത കഴിവ് എന്ന് പലരും പറഞ്ഞപ്പോൾ നമ്മളും തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട്, മജീഷ്യന്റെ വടി പോലെ അവരിങ്ങനെ മുഅ്ജിസത്തും കറാമത്തും കൊണ്ട് ഇങ്ങനെ നടക്കുക, എവിടെയും പോയി ഇങ്ങനെ കാണിക്കുക, ആർക്കും അതിങ്ങനെ അത്ഭുതം കാണിച്ചു കൊടുക്കുക. ഇതല്ല മുഅ്ജിസത്തും കറാമത്തും. മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്നു. അതാണ് മുഅ്ജിസത്തും കറാമത്തും എന്ന് നാം തിരിച്ചറിയുക. വിഷയങ്ങൾ വളരെ ലളിതമായി ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ഒരല്പം വിശദീകരണവുമായി ബഹുമാനായ CP സലീം മൈക്കിന് മുന്നിലെത്തുന്നു. വളരെ കൃത്യമായി വിഷയം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഒരൊറ്റ ചോദ്യവും കൂടി. മൂസാ നബി അലൈഹിസ്സലാം വടി നിലത്തിട്ടപ്പോൾ പാമ്പായി എന്ന് പഠിപ്പിച്ച ഖുർആനിൽ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടു പേടിച്ചാലെങ്കിലും മൂസാ നബിയെ കാക്കണേ എന്നുണ്ടോ? ഈ ആയത്ത് നമുക്ക് ഓതിത്തന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാമ്പിന്റെ ശല്യം വല്ലാതെ വന്നാൽ മൂസാ നബിന്റെ പേരിൽ ഒരു നേർച്ച നേർന്നോളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉഹീൽ മൗത ബി ഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ ആ ഖുർആനിൽ എവിടെയെങ്കിലും മരണ സന്ദർഭത്തിലെങ്കിലും ഈസാ നബിയെ കാക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ടോ? ആ ആയത്ത് നമുക്ക് ഓതി തന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കറാത്തിന്റെ ഹാലിലെത്തിയാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് കൊടുത്ത ഈസാ നബിയെ വിളിച്ചോളൂ എന്നുണ്ടോ? ഇല്ല. ആ കാര്യവും കൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുക. ചോദ്യോത്തര വേള തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. തുടർന്നുള്ള വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ 2-3 സന്ദർഭങ്ങളിൽ കൂടി നമുക്ക് ഇനിയും ഓപ്പൺ ഫോറങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച അടിസ്ഥാന വിഷയങ്ങളിൽ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനു പുറമെ നിങ്ങൾക്ക് പണ്ഡിതന്മാരുമായി നേരിട്ട് സംവദിക്കുവാനും നിങ്ങളുടെ സംശയങ്ങൾ തുറന്നു ചോദിക്കുവാനുള്ള അവസരം വിപുലമായ ഗൈഡൻസ് കൗണ്ടർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അക്കാദമികമായ പഠന സംബന്ധമായ ആദർശപരമായ നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് നിവാരണം കണ്ടെത്തുവാനും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനസികമായ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി കണ്ടെത്താനും സഹായിക്കുന്ന വളരെ വിപുലമായ ഗൈഡൻസ് കൗണ്ടർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഗൈഡൻസ് കൗണ്ടറിൽ നിങ്ങൾക്ക് സേവനം ആവശ്യമാണെങ്കിൽ ഇവിടെ പ്രദർശിപ്പിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു SMS അയക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കോഴിക്കോട് സർവകലാശാലയുടെ ആദരണീയനായ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ K. രവീന്ദ്രനാഥ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാഷണം ആരംഭിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെ അനിവാര്യമായ ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളും ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യവും ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ ഈ 17ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് അതിന്റെ 2ാം ദിവസത്തെ ഏറ്റവും സന്തോഷകരമായ പഠന സെഷനുകൾ മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥിനി സഹോദരങ്ങൾ നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും സൗകര്യമുണ്ടാക്കുന്നതിന് വേണ്ടി നേരത്തെ എത്തിച്ചേർന്ന ആളുകൾ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സദസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇടപെടേണ്ടി വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഗേൾസിന്റെ ഭാഗത്ത് അവർക്ക് ഇരിക്കാൻ സൗകര്യമില്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ബോയ്സ് നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് എനിക്കും അറിയാം. അത്ര ടൈറ്റായിട്ടാണ് നമ്മുടെ ഇരിപ്പിടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഇടയിൽ നിന്ന് ഒരു 500 കുട്ടികൾക്കെങ്കിലുമുള്ള സൗകര്യം അടിയന്തരമായി നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇനിയിപ്പോ ഈ പന്തൽ വലുതാക്കിയിട്ട് നമുക്ക് സമ്മേളനം നടത്താൻ കഴിയൂല. അതുകൊണ്ട് ജസ്റ്റ് ഒരു മൂവ്മെന്റ് ഒന്ന് മുന്നോട്ട്, ഒറ്റ മിനിറ്റ് നമ്മൾ മൂവ് ചെയ്യണത് ആ സദസ്സിന്റെ വൃത്തിയെ ബാധിക്കാത്ത രീതിയിൽ കുറച്ച് മുന്നോട്ട് പോരേണ്ടതുണ്ട്. ജസ്റ്റ് എല്ലാവരും കുറച്ചുകൂടെ മുന്നോട്ട്. അതേസമയത്ത് നമ്മുടെ ഓഡിയോ റെക്കോർഡിംഗ് സംവിധാനത്തെ ബാധിക്കാത്ത രീതിയിലാവണം. മതി. അതേപോലെ എല്ലാവരും ഒന്നുകൂടെ മൂവ് ചെയ്യാം. ജസ്റ്റ് മൂവ് ചെയ്യാം. അതേ സന്ദർഭത്തിൽ ചില അപൂർവമായ മുഖങ്ങൾ ഇതിന്റെ ഇടയിൽ കാണുന്നുണ്ട്. ആ അപൂർവമായ മുഖങ്ങൾ കാണുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ അത്തരം അപൂർവമായ മുഖങ്ങൾ മാത്രം ക്യാമറയിൽ പകർത്താനും അത് ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കാനും
ആ മുഖങ്ങൾക്ക് താഴെ ഇവർ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആണെന്ന് ചോദിക്കാനും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആളുകളുണ്ടോ എന്നൊരാശങ്കയും നമുക്കുണ്ട്. അത്തരം വിഷയങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും പ്രൊഫ്കോണിന്റെ വേദി പോകരുത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത്തരം അജണ്ടകൾ ഇവിടുത്തെ ചർച്ചകളിൽ വരാത്തത്. അതുകൊണ്ട് മുതിർന്ന ആളുകൾ അവർക്കുള്ള ഇരിപ്പിടം നമുക്ക് ഒന്നുകൂടെ ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ ക്രമീകരിക്കാം. നിർബന്ധമായും സ്റ്റുഡൻസിന്റെ ഏരിയയിൽ നിന്ന് മുതിർന്ന ആളുകൾ അവർക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അവര് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ആ ഇരുത്തത്തിന്റെ താളത്തെ, ആ ഇരുത്തത്തിന്റെ ഒരു ഓർഡറിനെ ബാധിക്കുകയില്ല, നിങ്ങളുടെ ഈ ക്രമീകരണം ബാധിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ഒരു നേരിട്ടല്ലാതെയുള്ളൊരു റിഫ്രഷ്മെന്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്നുകൂടി ഒന്ന് സജീവമായിട്ടുണ്ട്. നിങ്ങളുടെ രക്തചലനം ഒന്നുകൂടി റൂട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നു. ഇതാ നമ്മളുടെ ക്രമീകരണം ഇതാ ഏതാനും മിനിറ്റുകൾ, അരമിനിറ്റിനുള്ളിൽ പെട്ടെന്ന് അവസാന ഭാഗത്തുകൂടി ഇത് ചെയ്യണം. ഒരു കാരണവശാലും മുതിർന്ന ആളുകൾ ആരും സമ്മേളന പന്തലിനകത്തേക്ക് കസേരയിൽ ഇരിക്കുകയില്ല എന്ന് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതേസമയം പുറത്തുനിന്ന് വന്ന നമ്മുടെ സൗഹാർദ്ദ പ്രതിനിധികൾക്കും രക്ഷിതാക്കൾക്കും അവർക്ക് ഇവിടെ പരിമിതമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതിൽ ഞങ്ങൾ നിർവ്യാജം ഖേദിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ അടുത്ത പഠന സെഷനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അതിഥിയുടെ സംഭാഷണത്തിന് വേണ്ടി നാം സ്നേഹപൂർവ്വം കാതോർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സർവകലാശാലയാണ് കോഴിക്കോട് സർവകലാശാല. ഏറ്റവും അധികം വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം കൊണ്ടും ഏറ്റവും അധികം കോളേജുകളുടെ അഫിലിയേഷൻ കൊണ്ടും ശ്രദ്ധ നേടിയിട്ടുള്ള കാലിക്കറ്റിന്റെ അക്കാദമിക ഗുണ നന്മകളെയെല്ലാം പലപ്പോഴും വിവാദങ്ങളുടെ